ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കൊരു ക്ലീനിങ് വ്ളോഗാണ്. ഈ കാണുന്ന ടെറസ് ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തോളമാണ് നമ്മൾ നാട്ടിൽ നിൽക്കണേ. വർഷത്തിൽ ഒരു ഏകദേശം 3 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ നാട്ടിൽ വരാറ്. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടമായിട്ട് മഴ പിടിച്ച ആ സമയത്ത് മുകളിലൊന്നും കയറാൻ പറ്റാതെ കാറ്റത്ത് ഇലയൊക്കെ വീണ് ആകെ ടെറസ് ആകെ ഒരു കൊലത്തി കിടക്കുമായിരുന്നു. അപ്പോൾ ഓണമായിട്ട് എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടെറസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കൊച്ചു കൊച്ചു പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉണ്ട്, ചെറിയ ചട്ടിയിലും അല്ലാതെയൊക്കെ ആയിട്ട് ഗ്രോ ബാഗിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറികളും കൂടെ ഉണ്ട്. പക്ഷേ അതെല്ലാം മഴ കാരണം അങ്ങ് ഭയങ്കരമായിട്ട് മോശമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മുരടിച്ചു പോയി, ഒന്നും ഉണ്ടാവണില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അപ്പം കുറച്ച് പയർ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ വേറെ പച്ചക്കറികളൊന്നും ഞാനെടുത്ത് കളയുന്നോ അല്ലെങ്കിൽ നീക്കുന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം അതൊക്കെ അമ്മയാണ് നോക്കുന്നത്. അമ്മ സ്ഥിരമായിട്ട് മുകളിൽ കയറി ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പം മഴ വന്ന സമയത്ത് അങ്ങനെ കയറാൻ പറ്റാതെ ഏകദേശം ഈ ഒരു രീതിയിലായതാണ് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ തെന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാർക്ക് അതൊക്കെ ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അച്ഛനും അമ്മയും മാത്രമായത് കാരണം ഇങ്ങനെ റെഗുലറായിട്ട് മുകളിൽ കയറി അത് ക്ലീൻ ചെയ്യലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നില്ല, കുറച്ച് ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണത്തിന് മുമ്പായിട്ട് ടെറസ് ഒന്ന് വൃത്തിയാക്കി തീർക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് താഴെ റൂമൊക്കെ ചെറുതായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ. അപ്പോൾ അതും കൂടെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇതിപ്പോൾ കുറച്ച് സമയം ചെയ്യാനായിട്ട് സമയമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സന്ധ്യയായി പോവും. അപ്പോൾ ഇതൊരു ഈവനിങ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ടെറസിൽ ഈ പായലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മഴയും കൂടെ കൂട്ടിപ്പിടിച്ചാൽ പിന്നെ മുകളിലോട്ട് കയറൽ ഇച്ചിരി റിസ്ക്കാണ്. ഒരു തെന്നൽ തെന്നിക്കഴിഞ്ഞാൽ ഏത് വഴി പോകുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കയറാതിരിക്കുന്നതാണ് ആ സമയത്ത് നല്ലത്. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒന്ന് അതിൻ്റേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഹോളുകളൊക്കെ അടയാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ തേക്കിൻ്റെ ഇലയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ട് തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ തേക്കും സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കാറ്റത്ത് നന്നായിട്ട് ഇല പറന്ന് വീഴും. അപ്പോൾ ആ ഇല അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എടുത്ത് കളയാൻ എളുപ്പമാണെങ്കിലും ഒരുപാട് ഉണ്ടാവും കേട്ടോ. കുറേ ഇങ്ങനെ പറന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവിടെ ഏകദേശമൊക്കെ ഇല വീണ് കിടപ്പുണ്ടാവും. പിന്നെ ചുറ്റും മരങ്ങളായതുകൊണ്ട് പല പല ഇലകളും പറന്ന് വീഴും കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നമുക്ക് വീഴുന്നതനുസരിച്ചിട്ട് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെറസിൽ പച്ചക്കറികൾ എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്നുള്ളതും കൂടെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് വാരി അത് താഴത്ത് കൊണ്ടുപോയി നമ്മൾ തീ ഇടുന്ന ആ ഭാഗത്തുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഞാൻ ഇട്ടു. അപ്പോൾ ഞാനിതിൽ കാണുന്ന ഇത് നമ്മുടെ ഷവറ് മാത്രമാണ് ക്ലീൻ ചെയ്യണേ. ഗ്രോ ബാഗൊക്കെ പൊസിഷൻ മാറ്റി വയ്ക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നില്ല. കാരണം അമ്മ അതെല്ലാം നോക്കുന്നതാണ്. അപ്പം അമ്മയുടെ രീതിക്കനുസരിച്ചിട്ടാണ് അമ്മ വെച്ചിരിക്കുന്നത്. അപ്പം ഞാനത് ഈ 5-10 ദിവസം വരുന്ന ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റേതായ രീതിക്ക് അമ്മ നോക്കിക്കോട്ടെ. അപ്പം ഞാൻ ഈ കാണുന്ന ആ ചവറും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കയറുമ്പോഴാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഓണം ക്ലീനിങ് ചലഞ്ചിൻ്റെ ഒരു പാർട്ട് 1 ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് താഴെയൊക്കെ നമ്മുടെ റൂം അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞാനൊരു ഒഴുക്കം മട്ടിൽ നമുക്ക് കിടക്കാനും അങ്ങനെയൊക്കെ ചെറിയൊരു ക്ലീനിങ് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാനും ഷൈചേട്ടനും കൂടെ ഒന്നും കൂടെ ക്ലീൻ ചെയ്തായിരുന്നു. പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്തായാലും ഓണത്തിന് മുമ്പേ ചെയ്യണം. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അങ്ങനെ കുഞ്ഞു ക്ലീനിങ് വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചവറ് വാരി 2 പ്രാവശ്യത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത ഭാഗം മാത്രമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ബാക്കി അങ്ങ് കാണുമ്പോഴാണ് ഇവിടെ ക്ലീൻ ചെയ്തു എന്ന് മനസ്സിലാവുക.
കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല ഞാൻ ചെയ്തിരിക്കണേ. കണ്ടോ, ഈ ഒരു രീതിയിലായിരുന്നു. ഇനിയിപ്പോൾ ഈ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ചങ്ങ് നീങ്ങി ആ ഒരു തട്ടായിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ഇറക്കമുള്ള ഭാഗമുണ്ട്, അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ സംഭവം നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ തൂങ്ങി കിടക്കണത് എന്താണെന്ന് പലരും ആലോചിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ പയറാണ് കേട്ടോ. തത്ത വന്ന് പയർ കൊണ്ടുപോകുന്നത് കൊണ്ട് അമ്മ ഇങ്ങനെ നീളമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പയ്യെ ഇങ്ങനെ എന്തെങ്കിലും വള്ളി കൊണ്ട് കെട്ടിയിടും, അല്ലെങ്കിൽ നമുക്ക് പയർ കിട്ടുകയില്ല കേട്ടോ. ഇപ്പോൾ ഈ നെൽക്കതിരിൻ്റെ ആ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും തത്തകൾക്കൊന്നും കിട്ടണില്ല എന്ന് തോന്നുന്നു. അതുങ്ങൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പയർ ഇഷ്ടഭക്ഷണം ആയതുകൊണ്ടായിരിക്കും പയർ തപ്പി വന്നേക്കണേ. അപ്പോൾ രാവിലെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയിട്ട് വന്ന് അതുങ്ങൾ വന്ന് കഴിച്ചിട്ട് പോകും കേട്ടോ. പകുതി പയർ നമുക്ക് കിട്ടും, പകുതി അവർ കൊണ്ടുപോകും. എന്തായാലും അവർക്കും ഈ പ്രകൃതിയിൽ നിന്ന് എന്തായാലും കിട്ടണ്ടല്ലേ. ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. മരത്തിൽ പടർന്നായിരുന്നു. ആ മരം വെട്ടിയ സമയത്ത് ഇങ്ങോട്ടേക്ക് വള്ളി ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെച്ചതാണ്. അപ്പോൾ അതിലുണ്ടായേക്കണതാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞങ്ങൾ കൊണ്ടുപോയി കുമ്പളങ്ങ. ഇത്തവണ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോവലിൻ്റെ വള്ളിയൊക്കെ ഇപ്പോൾ ഒരുമാതിരി കിടക്കും കേട്ടോ, ഒട്ടുമില്ല കോവയ്ക്കൊന്നും. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ. ഇത് വെണ്ട, വഴുതനങ്ങയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ബൈ.